വർഗീയതയുടെ പല രൂപങ്ങളുണ്ട്. ആ രൂപത്തിൽ ഒന്ന് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ RSS സ്വാധീനത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സംഘടനാ രൂപവും ഇപ്പം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ വേട്ട നടക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ്, അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ്. പക്ഷേ ഇവിടെ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഉപയോഗിക്കാൻ RSS ശ്രമിക്കുന്നുണ്ട്. അതിൻ്റേതായ വലിയ പ്രചരണവും കേരളത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ സഹായവും അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അത് തിരിച്ചറിയാൻ നമ്മുടെ ക്രൈസ്തവ മേധാവികൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവർ തിരിച്ചറിയുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ പറ്റണം.